പ്രളയം വന്ന് നാട് മുഴുവൻ വിറങ്ങലിച്ചു നിന്നപ്പോൾ ഒരു തുള്ളി വെള്ളമോ ഒരു പൊതി ചോറോ എത്തിക്കാൻ ആരും ധൈര്യപ്പെടാതിരുന്ന ഇടങ്ങളിൽ കാവിത്തുണി തലയിൽ കെട്ടി മരണം ഭയക്കാതെ ഇറങ്ങിത്തിരിച്ച യുവാക്കളെ നിങ്ങൾ കണ്ടിരുന്നോ? രാഷ്ട്രീയക്കാരും ക്യാമറ കണ്ണുകളും എത്തുന്നതിന് മുൻപേ ദുരന്തഭൂമിയിൽ ആദ്യമെത്തുന്ന ആ കരങ്ങൾ ആരുടേതാണ്? അവരാണ് സേവാഭാരതിയുടെ പ്രവർത്തകർ. മാധ്യമങ്ങൾ പലപ്പോഴും കണ്ടില്ലെന്നടിക്കുന്ന എന്നാൽ കേരളത്തിലെ ഓരോ സാധാരണക്കാരൻ്റെയും കണ്ണീരൊപ്പുന്ന ഈ നിശബ്ദ സൈന്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇന്ന് ധർമ്മവത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറം സേവനം ശ്വാസമാക്കി മാറ്റിയ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. സത്യമറിഞ്ഞാൽ നിങ്ങൾ അവരെ ബഹുമാനിക്കും. നമസ്കാരം, ഞാൻ രമേഷ് കെ.ആർ. ധർമ്മവതം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ സേവന മേഖലയിൽ വിസ്മയമായി മാറിയ സേവാഭാരതിയെക്കുറിച്ചാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കരുത്തിൽ നിന്നും പിറന്ന ഈ പ്രസ്ഥാനം എങ്ങനെയാണ് ഭാരതത്തിൻ്റെ മാതൃകയായി മാറിയത്? നമുക്ക് പരിശോധിക്കാം. കേരളം കണ്ട മഹാപ്രളയങ്ങളുടെ കാലം ഓർക്കുക. വീടുകൾക്ക് മുകളിൽ വെള്ളം ഉയർന്നപ്പോൾ ജീവൻ രക്ഷിക്കാൻ കരയുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് ആദ്യം വഞ്ചിയുമായി എത്തിയത് സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകരാണ്. അവർ അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയില്ല. മനുഷ്യത്വം മാത്രമായിരുന്നു അവരുടെ മാനദണ്ഡം. വീടുകൾ വൃത്തിയാക്കുവാനും പകർച്ചവ്യാധികൾ തടയുവാനും വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീട് വെച്ചു നൽകുവാനും അവർ കാണിച്ച ആവേശം സമാനതകളില്ലാത്തതാണ്. വിദേശ രാജ്യങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ട സേവാ മോഡലായിരുന്നു അത്. ₹1 പോലും പ്രതിഫലം വാങ്ങാതെ സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് ജനങ്ങളെ സേവിക്കുന്ന എത്ര യുവാക്കളെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും? നമ്മുടെ കേരളം നടുങ്ങിയ വയനാട് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ആ കറുത്ത രാത്രിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. മണ്ണും മലയും ഇടിഞ്ഞു വീണ് പ്രിയപ്പെട്ടവർ ഒഴിച്ചുപോയപ്പോൾ ആ ചെളിയിലും ഇരുട്ടിലും ജീവൻ പണയപ്പെടുത്തി ആദ്യം ഓടിയെത്തിയവരിൽ സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകരുമുണ്ടായിരുന്നു. അധികാരികൾ എത്തുന്നതിന് മുന്നേ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് ഇവരാണ്. സൈന്യം നിർമ്മിച്ചു നൽകിയ ബെയിലി പാലത്തിലൂടെയും കുത്തിയൊലിക്കുന്ന പുഴയ്ക്ക് കുറുകെ കിട്ടിയ വടത്തിലൂടെയും അവർ മൃതദേഹങ്ങൾ ചുമലിലേറ്റിക്കൊണ്ടുവന്നു. സ്വന്തം ജീവൻ പോലും പൊരുതിയാണ് അവർ ഓരോരുത്തരെയും രക്ഷിച്ചത്. ചെളിയിൽ പൂണ്ടുപോയ വീടുകളിൽ നിന്നും ഉറ്റവരുടെ ശരീരഭാഗങ്ങൾ പോലും തിരിഞ്ഞു പിടിച്ച് പുറത്തെടുക്കുമ്പോൾ ആ യുവാക്കളുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ: തൻ്റെ സഹോദരങ്ങൾക്ക് അന്ത്യമെങ്കിലും അന്തസ്സോടെ നൽകണമെന്ന്. ഭക്ഷണം പാകം ചെയ്യുവാനും വസ്ത്രങ്ങൾ എത്തിക്കുവാനും ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മരുന്നും ആശ്വാസവും നൽകുവാനും സേവാഭാരതിയുടെ 100 കണക്കിന് പ്രവർത്തകർ ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്തു. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും സേവാഭാരതി പ്രവർത്തകർ പോലും സഹായവുമായി ഓടിയെത്തി. ഇതൊന്നും ഫോട്ടോ എടുപ്പിക്കുവാനോ പബ്ലിസിറ്റിക്കോ വേണ്ടിയായിരുന്നില്ല. അവിടെ കണ്ട കാവ്യ വസ്ത്രധാരികൾ ഭയമല്ല, മറിച്ച് ആ നാട്ടുകാർക്ക് നൽകിയത് വലിയൊരു പ്രതീക്ഷയായിരുന്നു. ഈ നിസ്വാർത്ഥ സേവനം എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തു? വയനാട് ദുരന്തഭൂമിയിൽ അവർ ഒഴുക്കിയ വിയർപ്പിന് ആര് വില നൽകും? കോവിഡ് കാലത്തും നമ്മൾ സേവാഭാരതിയുടെ പ്രവർത്തനം കണ്ടതാണ്. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പോലും ബന്ധുക്കൾ ഭയന്നപ്പോൾ PPE കിറ്റണിഞ്ഞ് ആ അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ഈ കാവിപ്പടയാണ്. മാധ്യമങ്ങൾ ഇവരെ വർഗീയവാദികളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും സാധാരണ മനുഷ്യർ ഇവിടെ ദൈവത്തിൻ്റെ ദൂതന്മാരായിട്ടാണ് കാണുന്നത്. ഈ നിസ്വാർത്ഥ സേവനമാണ് സേവാഭാരതിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. സേവാഭാരതി എന്നാൽ വെറുമൊരു ദുരന്ത നിവാരണ സേനയല്ല. കേരളത്തിലുടനീളം അവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവിശ്വസനീയമാണ്. ഡയാലിസിസ് സെൻ്ററുകൾ, സൗജന്യ ആംബുലൻസ് സർവീസുകൾ, അശരണരായ കുട്ടികൾക്കും വൃദ്ധർക്കുമായി നടത്തുന്ന അഭയകേന്ദ്രങ്ങൾ, ഇതൊന്നും ലാഭമുണ്ടാക്കാനുള്ള ബിസിനസ്സുകളല്ല. മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ വിശക്കുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്ന അന്നപൂർണ്ണ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ദിവസം പോലും മുടങ്ങാതെ ആയിരക്കണക്കിന് പൊതിച്ചോറുകളാണ് അവർ അവിടെ വിതരണം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പല യുവജന പ്രസ്ഥാനങ്ങളും പൊതിച്ചോർ നൽകിയിട്ട് മീഡിയയ്ക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന പൊതിച്ചോർ സംസ്കാരമല്ല സേവാഭാരതിയുടേത്. ₹1 പോലും സർക്കാർ സഹായമില്ലാതെ സാധാരണക്കാരായ മനുഷ്യർ നൽകുന്ന ചെറിയ സംഭാവനകൾ കൊണ്ടാണ് ഈ മഹാപ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. രക്തദാന രംഗത്തും സേവാഭാരതിയുടെ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ്. അർദ്ധരാത്രിയിൽ 1 യൂണിറ്റ് രക്തം വേണമെങ്കിൽ നമുക്ക് ധൈര്യമായി വിളിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു നമ്പരായിട്ട് സേവാഭാരതി മാറിയിരിക്കുന്നു. ഇത്രയും വലിയൊരു സിസ്റ്റം ഇത്രയും കൃത്യമായി പ്രവർത്തിക്കുന്നത് അവരുടെ അച്ചടക്കമുള്ള സംഘടനാ രീതി കൊണ്ട് മാത്രമാണ്. ഇത് ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ സേവാഭാരതി ഇത്തരം നല്ല പ്രവർത്തനങ്ങളെ വാർത്തയാക്കാത്തത്? ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ അത് ആഘോഷിക്കുന്ന ചാനലുകൾ ഇത്രയും വലിയ സേവന പ്രവർത്തനങ്ങൾ കാണാതെ പോകുന്നത് മനഃപൂർവ്വമല്ലേ? പ്രീണന രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ട മാധ്യമങ്ങൾക്ക് സേവാഭാരതി എന്ന പേര് പോലും അലർജിയാണ്. പക്ഷേ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. സോഷ്യൽ മീഡിയയോടെ നമ്മൾ ഇത്തരം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഒരു പ്രസ്ഥാനത്തെ അടച്ചാക്ഷേപിക്കുന്നവർ അവർ ചെയ്യുന്ന നന്മകളെ കൂടി കാണാൻ പഠിക്കണം. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. സത്യം വിളിച്ചു പറയുന്നവർക്ക് ഇവിടെ പലപ്പോഴും വേട്ടയാടലുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. എങ്കിലും ധർമ്മവതം ഇത്തരം നന്മകളെ എന്നും ഉയർത്തിക്കാട്ടും. സേവാഭാരതിയുടെ ഓരോ പ്രവർത്തനം ചെയ്യുന്നത് ഭാരതമാതാവിനുള്ള പൂജയാണ്. ഈ പൂജയിൽ പങ്കെടുക്കുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ്. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് സ്നേഹം കൊണ്ടും സേവനം കൊണ്ടും മറുപടി നൽകുന്ന രീതിയാണ് നമ്മുടേത്. സുഹൃത്തുക്കളെ, സേവാഭാരതി എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ നാട്ടിൽ സേവാഭാരതി ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. ഈ നന്മകൾ ലോകം അറിയട്ടെ. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ ഓരോ യുവാവും സേവന താല്പര്യം കണ്ട് പഠിക്കട്ടെ. ഇതുപോലുള്ള പോസിറ്റീവായതോ സത്യസന്ധവുമായ വാർത്തകൾക്കായി ധർമ്മവതം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ധർമ്മം ജയിക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ശ്രീരാം.